എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പാകം ചെയ്യാൻ പോകുന്നത് വെണ്ടയ്ക്ക പാൽക്കറിയാണ്. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. നമ്മളൊരു 10 വെണ്ടയ്ക്ക സ്ലൈസ് ചെയ്ത് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി നന്നായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു 15 ചെറിയ ഉള്ളി കട്ട് ചെയ്തത്, കറിവേപ്പില, ഒണിയൻ ഫൈൻ ചോപ്പ് ചെയ്തത്. നമ്മൾ 1 തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലും നമ്മൾ എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിച്ചത്, ഗരം മസാല, മഞ്ഞൾപ്പൊടി. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യാം, പച്ചമുളക് ആഡ് ചെയ്യാം, നമുക്ക് ഒപ്പം ഇഞ്ചി കൂടി നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നമ്മുടെ ചെറുള്ളിയും ചേർത്ത് കൊടുക്കാം. നമ്മളൊരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അധികം മഞ്ഞ കളറിൻ്റെ ആവശ്യമില്ല, എങ്കിലും അല്പം കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. നമ്മുടെ ചേരുവകളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2-ാം പാൽ ഒഴിച്ച് ചെറിയുള്ളി ഒന്ന് വേവിക്കാം. നമുക്ക് വീടുകളിൽ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. ചപ്പാത്തിക്കും റൊട്ടിക്കും ബ്രെഡിനും എല്ലാം ഒരു നല്ലൊരു കോമ്പിനേഷനാണിത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒപ്പം നമുക്കിതിലേക്ക് വെണ്ടയ്ക്കയും ചേർത്ത് കൊടുക്കാം. നമുക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചേരുവകളെല്ലാം 2-ാം പാലിൽ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ ഫ്രൈ ചെയ്ത വെണ്ടയ്ക്കയും ഇതിനോട് ചേർന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1-ാം പാൽ ഒഴിക്കാം. നമ്മൾ 1-ാം പാൽ ഒഴിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് നമ്മൾ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അല്പം മല്ലിയില. നമ്മൾ 1-ാം പാൽ ചേർത്തു. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഐറ്റം കൊണ്ട് നമുക്ക് കൂടുതൽ നല്ല ഒരു രുചികരമായ ഒരു പാൽക്കറിയാണ് നമുക്കിവിടെ എളുപ്പത്തിൽ പാകം ചെയ്യാൻ പറ്റുന്നതാണിത്. വീടുകളിൽ എല്ലാവരും നിങ്ങളിത് ട്രൈ ചെയ്യണം. നമ്മുടെ കറി ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ കറിക്ക് ഒരു അല്പം ഗരം മസാലയുടെ കുറവ് കൂടെ ഉണ്ട്. അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. നമ്മുടെ വെണ്ടയ്ക്ക പാൽക്കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് കൂടുതൽ രുചികരമായി നമ്മുടെ വീടുകളിലൊക്കെ എളുപ്പത്തിൽ പാകം ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. നിങ്ങൾ തീർച്ചയായും ഇത് വീടുകളിൽ ട്രൈ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കണം. അടുത്ത എപ്പിസോഡിൽ വേറൊരു നാടൻ വിഭവവുമായി നമുക്ക് വീണ്ടും കാണാം.